അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്നേഹ ബഹുമാന ആദരവുകൾ കൊണ്ട് അനുഗ്രഹീതരായ ഉമ്മമാരെ ഉപ്പമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും ഈ ദിക്റിൻ്റെ സ്വലാത്തിൻ്റെ തസ്ബീഹിൻ്റെ മജ്ലിസിനെ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മളിവിടെ ചൊല്ലുന്ന ഓരോ ദിക്റും ഓരോ തസ്ബീഹുകളും തഹ്ലീലുകളും തക്ബീറുകളും ഇതൊക്കെ അള്ളാഹുവിൻ്റെ ഇഷ്ടവും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും ഒരുപാട് പ്രതിഫലം കിട്ടാൻ വേണ്ടി നമ്മൾ ചൊല്ലുന്നതാണ്. പ്രത്യേകിച്ച് ഇന്ന് ദുൽഖഅദ മാസത്തിൻ്റെ 3-ാമത്തെ തിങ്കളാഴ്ച രാവാണ്. നാളെ തിങ്കളാഴ്ച പകലാണ്. ഒരുപാട് ദുആകൾക്ക് ഇജാബത്തുള്ള സമയമാണ്. അല്ലാഹു തആല നമ്മൾ ഈ സമയത്ത് ചൊല്ലുന്ന എല്ലാ ദിക്റുകൾക്കും അതിൻ്റേതായ പ്രത്യേകതയുണ്ട്, പ്രതിഫലമുണ്ട്. അത് മുഴുവനും അല്ലാഹു നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹാജിമാരെല്ലാവരും ഹറമിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹജ്ജിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ തർത്തീബായി കൊണ്ടിരിക്കുന്നു. പല ആളുകളും ഇപ്പോൾ മദീനയിലാണ്, ചില ഹാജിമാർ ഇപ്പോൾ ഉംറയിലാണ്. അൽഹംദുലില്ലാ, അല്ലാഹു തആല അവർക്കൊക്കെ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയൊക്കെ ചെയ്യാനുള്ള തൗഫീക്ക് കൊടുക്കുമാറാവട്ടെ. നമ്മുടെ നാട്ടിൽ നമ്മൾ ഉദ്ഹിയ്യത്തുമായി ബന്ധപ്പെട്ട ചർച്ചയിലേക്ക് നടക്കുകയാണ്. അല്ലാഹുവേ പടച്ചവനെ എല്ലാം നീ റാഹത്തിലും സന്തോഷത്തിലുമാക്കി തരണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇൻഷാ അല്ലാ നമുക്ക് ഇന്നത്തെ ദിവസത്തിൻ്റെ മുഴുവൻ ശ്രേഷ്ഠതയും കരസ്ഥമാക്കാൻ നമുക്ക് ഒരുപാട് ദിക്ർ ചൊല്ലേണ്ടതുണ്ട്, തസ്ബീഹ് പറയേണ്ടതുണ്ട്. അല്ലാഹു തആല നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ. ആമീൻ. വിശുദ്ധമായ ഖുർആനിൻ്റെ ഹൃദയമാണ് സൂറത്ത് യാസീൻ. ആ യാസീൻ സൂറത്തിലെ അതിപ്രധാനപ്പെട്ട ഒരു ആയത്താണ് ഇൻഷാ അല്ലാ ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഈ ആയത്ത് പറയുന്നത് ഒരു സലാമത്ത്, രക്ഷ ഉണ്ടാവാനാണ്. നമ്മുടെ ദുന്യവിയായ ലോകത്തും അതുപോലെ നാളെ മറിച്ച് നമ്മൾ ആഖിറത്തിൽ ചെല്ലുമ്പോഴും നമുക്ക് അള്ളാഹുവിൻ്റെ വലിയ സമാധാനം, രക്ഷ, സമാധാനം കിട്ടാൻ ഈ ആയത്ത് സ്ഥിരമായി ഓതണമെന്നാണ്. ഏതാണ് ആയത്ത്? ഒന്ന് ഓതിയാലോ? എല്ലാവരും ഒന്നിച്ച് പറയും. സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. 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 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹത്തുക്കളായ സ്വഹാബിമാർക്ക് പഠിപ്പിച്ചു കൊടുത്ത ഒരു ചെറിയ ഒരു ദുആയാണ് ദിക്റാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും പ്രതിസന്ധികളും ഉണ്ടോ അതൊക്കെ മാറി അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും സന്തോഷവും സമാധാനവും ബറക്കത്തും റാഹത്തും ഇസ്സത്തും കിട്ടാൻ ഈ ഒരു ദുആ നമ്മൾ പതിവാക്കുക. എല്ലാ നമസ്കാരത്തിന് ശേഷവും ഈ ഒരു ദുആ 3 വട്ടം കുറഞ്ഞത് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണാം.
ഏതാണ് ആ ദുആ? ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്നിച്ചു പറയാം. അല്ലാഹുമ്മ അജിർനി ഫീ മുസീബതി വഅഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ. അല്ലാഹുമ്മ അജിർനി ഫീ മുസീബതി വഅഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ. അല്ലാഹുമ്മ അജിർനി ഫീ മുസീബതി വഅഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ. اللهم أجرني في مصيبتي وأخلف لي خيرا منها. 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 അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽ അതിപ്രധാനപ്പെട്ട ഒരുപാട് ഇസ്മുണ്ട്. നമ്മളൊക്കെ ഇസ്മുകൾ പറയുന്നവരാണ്, അസ്മാഉൽ ഹുസ്ന കാണാതെ അറിയുന്നവരാണ്. എന്നാൽ സ്പെഷ്യലായി ഈ ഒരു ഇസ്മു പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഇഷ്ടം നമുക്ക് കിട്ടും. അത് കിട്ടിയാൽ പോരെ, വേറെ ആരുടെ ഇഷ്ടം കിട്ടിയിട്ട് ഒന്നുമില്ല. അള്ളാഹിൻ്റെ ഇഷ്ടം കിട്ടിയാൽ മലക്കുകളുടെ ഇഷ്ടം കിട്ടിയതുപോലെയാണ്. അതായത് മുഴുവൻ മലക്കുകളുടെയും ഇഷ്ടവും സ്നേഹവും നമുക്ക് കിട്ടാൻ ഇനി പറയുന്ന ഇസ്മ നമ്മൾ നിത്യമായി പറയണം. ഏതാ ഇസ്മ പറഞ്ഞാലോ? യാ ബർറു യാ വാലി യാ മുതആലി യാ അല്ലാഹ്. ചൊല്ല്, യാ ബർറു യാ വാലി യാ മുതആലി യാ അല്ലാഹ്. യാ ബർറു يا والي يا متعالي يا الله. يا بر 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 يا والي يا متعالي يا الله. يا بر
ബർറു യാ വാലി യാ മുതആലി യാ അല്ലാഹ് യാ ബർറു യാ വാലി യാ മുതആലി യാ അല്ലാഹ് യാ ബർറു യാ വാലി. വിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും കുഞ്ഞു സൂറത്ത് ഏതാ? സൂറത്തുൽ കൗസറാണ്. 3 ആയത്തേ ഉള്ളൂ. സൂറത്തുൽ കൗസർ. ഇതിൻ്റെ ശ്രേഷ്ഠത അറിയോ? ഇൻഷാ അല്ലാഹ് ഓതാൻ പറ്റുന്നവരൊക്കെ കൂടെ ഓദിക്കോ. ഓതാൻ പറ്റാത്ത, നിസ്കാരമില്ലാത്ത ഉമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അത് കേട്ടിരുന്നാൽ മാത്രം മതി. വളരെ ശ്രേഷ്ഠതയാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ സ്വർഗത്തിൽ കടക്കാനും നബിതങ്ങളുടെ കൈ കൊണ്ട് ഹൗദുൽ കൗസർ കുടിക്കാനും പറ്റുന്ന ഒരു സൂറത്താണ് ഈ സൂറത്ത്. ഈ സൂറത്ത് നിത്യമാക്കണമെന്നാണ്. ഈ സൂറത്ത് നിത്യമാക്കിയാൽ ശത്രുക്കളുടെ ഉപദ്രവം, അയൽവാസികൾ ശത്രുക്കളാണ്, ബന്ധുക്കൾ ശത്രുക്കളാണ്, ആരാണെന്ന ശത്രു, ആരാ മിത്രം നമുക്കറിയില്ല, എല്ലാ തരത്തിലുള്ള ശത്രുക്കളുടെ ഉപദ്രവത്തിൽ നിന്നും കാവൽ കിട്ടാൻ ഈ സൂറത്ത് പതിവാക്കണമെന്നാണ്. നമുക്ക് ഓതിയാലോ ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. പരിപാവനമായ ഹജ്ജ് കർമ്മം, ആ ഹജ്ജ് കർമ്മത്തിന് ഈ വർഷം ഭാഗ്യം കിട്ടിയില്ല ഉസ്താദ്. ഞങ്ങൾ ഒരുപാട് പരിശ്രമിച്ചു, പക്ഷെ കിട്ടിയില്ല. ഹജ്ജ് കമ്മിറ്റി വഴിയൊക്കെ നോക്കി, പക്ഷേ ഞങ്ങൾക്ക് അതിൻ്റെ നറുക്ക് വീണില്ല. ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം പോകണം എന്നാഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതുപോലെ പ്രൈവറ്റ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർ. അപ്പോൾ ഈ വർഷം ഏതായാലും ഹജ്ജിന് തൗഫീക്ക് കിട്ടിയില്ല, അടുത്ത വർഷം ഹജ്ജിന് പോകണം അങ്ങനെ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പറ്റിയ ഒരു ദുആ പറയാം. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും നമുക്ക് ഒന്നിച്ച് പറയാം. അതായത് നമ്മുടെ മനസ്സിൽ ആഗ്രഹമുണ്ടോ നമ്മൾ മക്കത്തെത്തിയിരിക്കും. അതിന് പറ്റിയൊരു ദുആയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ഇൻഷാ അല്ലാഹ് ആ ദുആ ഒന്ന് പറയാം. അല്ലാഹു തആല ഈ ദുആഇൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മളെല്ലാവരെയും പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിനും ഉംറ കർമ്മത്തിനും അല്ലാഹു തആല മക്കയിൽ നമ്മൾ എത്തിക്കുമാറാവട്ടെ. മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള സിയാറത്ത് ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരുമാറാവട്ടെ. ആമീൻ. എല്ലാവരും ഉറക്കെ പറയാം, ഒന്നിച്ച് പറയാം.
اللهم ارزقنا حج بيتك الحرم وزيارة روضة نبيك وحبيبك مصطفى محمد صلى الله عليه وسلم اللهم ارزقنا حج بيتك الحرم وزيارة روضة نبيك مصطفى محمد صلى الله عليه وسلم اللهم ارزقنا حج بيتك الحرم وزيارة روضة نبيك مصطفى محمد صلى الله عليه وسلم اللهم ارزقنا حج بيتك الحرم وزيارة روضة نبيك وحبيبك مصطفى محمد صلى الله عليه وسلم اللهم ارزقنا حج بيتك الحرم وزيارة روضة نبيك مصطفى محمد صلى الله عليه وسلم اللهم ارزقنا حج بيتك الحرم وزيارة روضة نبيك مصطفى محمد صلى الله عليه وسلم اللهم ارزقنا حج بيتك الحرم وزيارة روضة نبيك وحبيبك مصطفى محمد صلى الله عليه وسلم اللهم ارزقنا حج بيتك الحرم وزيارة روضة نبيك مصطفى محمد صلى الله عليه وسلم اللهم ارزقنا حج بيتك الحرم وزيارة روضة نبيك مصطفى محمد صلى الله عليه وسلم اللهم ارزقنا حج بيتك الحرم وزيارة روضة نبيك مصطفى محمد صلى الله عليه وسلم. ഇനി ഒരു സ്വലാത്ത് നമുക്ക് പറഞ്ഞാലോ? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ എത്രമാത്രം സ്വലാത്ത് പറഞ്ഞാലും അതിൻ്റെ ശ്രേഷ്ഠത തീരൂല. ഇപ്പോൾ നിലവിൽ നമ്മുടെ നിന്നും ഹജ്ജിന് പോയിട്ടുള്ള നിരവധി ഹാജിമാർ നിലവിലുള്ളത് മദീനത്താണ്. അവരിൽ ഒരാൾ വിളിച്ചിരുന്നു, ഉസ്താദ് ഞങ്ങൾ മദീനത്താണ്, അൽഹംദുലില്ലാഹ് റാഹത്താണ്, ഒരുപാട് സ്വലാത്ത് ചൊല്ലാനുള്ള സമയമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അൽഹംദുലില്ലാഹ് അവരൊക്കെ ഇങ്ങനെ നബിതങ്ങളുടെ അടുക്കൽ ചാരി ഇരുന്നിട്ട് ഇങ്ങനെ സ്വലാത്ത് ചൊല്ലുകയാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് അകലെയാണെങ്കിലും സ്വലാത്ത് ചൊല്ലുന്നതിനനുസരിച്ച് നബിതങ്ങളുമായിട്ട് നമുക്ക് അടുക്കാൻ പറ്റും. അത്തരത്തിലുള്ളൊരു സ്വലാത്താണ് ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. എല്ലാവരും ഒന്നിച്ച് പറയണം കേട്ടോ. സ്വല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ് 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 സ്വല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്
സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്. നമ്മളൊക്കെ എല്ലാവരും ജീവിതത്തിൽ എല്ലാ ഖൈറും കിട്ടാൻ ആഗ്രഹിക്കുന്നവരാണ്, നന്മ കിട്ടാൻ. ഇപ്പോൾ മക്കളുടെ വിജയം കാണാൻ ആഗ്രഹിക്കുന്നു, നമ്മുടെ വീടിൻ്റെ പണി വേഗത്തിലാവാൻ നമ്മൾ ആഗ്രഹിക്കുന്നു, നമുക്ക് നല്ല കച്ചവടത്തിൽ ഖൈറുണ്ടാവാൻ, ബർക്കത്ത്, എല്ലാത്തിലും വിജയം നമ്മൾ ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ എല്ലാത്തിലും വിജയവും എല്ലാവിധ സമാധാനവും എല്ലാവിധ റാഹത്തും ഇസ്സത്തുമൊക്കെ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും കിട്ടാൻ എപ്പോഴും നമ്മൾ ദുആ മറക്കാൻ പാടില്ല. അത്തരത്തിലൊരു ദുആയാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മുടെ ജീവിതത്തിൽ ആകമാനം എല്ലാവിധ ഖൈറും ബർക്കത്തും ഉണ്ടാവാനുള്ള ഒരു ദുആ നമുക്കൊന്നിച്ചു പറഞ്ഞാലോ? പറഞ്ഞോ. اللهم افتح لي أبواب رحمتك 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 اللهم افتح لي أبواب رحمتك. നമ്മൾ എപ്പോൾ ദുആ ചെയ്താലും നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാതെ പോയാൽ ആ ദുആ തന്നെ പടച്ചോൻ സ്വീകരിക്കില്ല എന്ന് മഹത്തുക്കൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എപ്പോൾ നമ്മൾ ദുആ ചെയ്താലും നമ്മുടെ ഉമ്മാക്കും വാപ്പാക്കും, അത് ജീവിച്ചിരിക്കുന്നവരാവട്ടെ മരണപ്പെട്ടവരാവട്ടെ, അവർക്ക് വേണ്ടി ദുആ രക്കണം. ഇൻഷാ അല്ലാഹ് മാതാപിതാക്കൾക്ക് വേണ്ടി എങ്ങനെയാ ദുആ ചെയ്യേണ്ടത് വിശുദ്ധമായ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതേ രൂപത്തിൽ നമുക്ക് ദുആ ചെയ്താൽ മതി. നമുക്കൊന്ന് ദുആ ചെയ്താലോ? എല്ലാവരും ഒന്നിച്ച് പറയാം. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി صغيرا رب ارحمهما كما ربياني 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 صغيرا رب ارحمهما
كما ربياني صغيرا رب ارحمهما كما ربياني صغيرا رب ارحمهما كما ربياني صغيرا رب ارحمهما كما ربياني صغيرا رب ارحمهما كما ربياني صغيرا رب ارحمهما كما ربياني صغيرا رب ارحمهما كما ربياني صغيرا അൽഹംദുലില്ലാ നമ്മുടെ സ്വലാത്തിൻ്റെ ദിക്റിൻ്റെ തസ്ബീഹിൻ്റെ മജ്ലിസ് അള്ളാഹു സ്വീകരിക്കട്ടെ. പ്രത്യേകം ഒരുപാട് പേര് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ മജ്ലിസിൽ. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദ്വാരക്കും. അള്ളാഹു തആല നമ്മുടെ ഈ മജ്ലിസിനെ, നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിനെ സ്വീകരിക്കട്ടെ. നമ്മുടെ ദുആയിനെ അള്ളാഹു കബൂലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആയിലേക്ക് പ്രവേശിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ് തിബ്ബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തിൽ അബ്ദാനി വശിഫാഇഹാ വനൂരിൽ അബ്സാരി വളിയാഇഹാ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അർഹമുർ റഹീമീനായ കരുണയുള്ള റബ്ബേ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ നീ കബൂലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ സംഭവിച്ചവരാ, ഒരുപാട് തെറ്റുകൾ പറ്റിയവരാ, എല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ആരെല്ലാം ഉണ്ടോ അവർക്കും നീ മഗ്ഫിറത്ത് കൊടുക്കണേ റഹ്മാനെ, മർഹമത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, വാപ്പ മരണപ്പെട്ടു, ഉമ്മ മരണപ്പെട്ടു, ഭാര്യ ഭർത്താവ് മരണപ്പെട്ടു, മക്കൾ ഖബറിലാണ്, അവർക്ക് വേണ്ടി ദുആ ചെയ്യണേ ഉസ്താദേ എന്നൊരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് റബ്ബേ. അല്ലാഹുവേ, മരണപ്പെട്ട മുഴുവൻ ഖബറാളികൾക്കും നീ വലിയ പ്രതിഫലം നൽകണേ അല്ലാ, സ്വർഗ്ഗത്തിൽ ഉന്നതമായ സ്ഥാനം നൽകണേ അല്ലാ. ഞങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ മരിക്കാനുള്ളവരാണ്. ഞങ്ങൾ മരിച്ച് ഖബറിലേക്ക് ചെല്ലുമ്പോൾ ഞങ്ങളുടെ ഖബറും നീ വിശാലമാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ ജീവിതത്തിൽ നീ ബറക്കത്ത് തരണേ അല്ലാ, സലാമത്ത് തരണേ അല്ലാ, റാഹത്ത് തരണേ അല്ലാ, ഇസ്സത്ത് തരണേ അല്ലാ. അല്ലാഹുവേ, നീറുന്ന ഒരുപാട് പ്രശ്നങ്ങളുള്ളവരാ, ഒരുപാട് സങ്കടങ്ങളുള്ളവരാ, എല്ലാ പ്രയാസങ്ങളും സങ്കടങ്ങളും ആർക്കെല്ലാം എന്തെല്ലാം പ്രതിസന്ധികളുണ്ടെന്ന് നിനക്കറിയാം. ഒരു തഫ്സീർ ബയാനിൻ്റെ ആവശ്യമില്ലല്ലോ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളിൽ ആരെല്ലാം രോഗികളുണ്ടോ രോഗങ്ങൾ നീ ശിഫയാക്കണേ അല്ലാ. മാരകമായ അസുഖങ്ങൾ തന്ന് ഞങ്ങളുടെ ഈമാനിനെ നീ പരീക്ഷിക്കല്ലേ അല്ലാ. അല്ലാഹുവേ, രോഗങ്ങൾ എന്ത് തന്നെയാണെങ്കിലും നീ ശിഫാ തരണേ അല്ലാ. ക്യാൻസർ പോലെ, ബ്രെയിൻ ട്യൂമർ പോലെ, ആരെല്ലാം എന്തെല്ലാം ഇത്തരത്തിലുള്ള അസുഖങ്ങൾ ബാധിച്ച് കിടപ്പിലാണോ, അല്ലാഹുവേ ഹോസ്പിറ്റലിലാണോ, വീടുകളിൽ ചികിത്സയിൽ കഴിയുന്നുണ്ടോ, എല്ലാവർക്കും പരിപൂർണമായ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പെട്ടെന്നുള്ള മരണങ്ങൾ കൂടുകയാണ്. പെടുന്നനെയുള്ള മരണങ്ങൾ, അപകട മരണങ്ങൾ, മോശപ്പെട്ട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അറ്റാക്ക് വന്ന് മരിക്കുന്നതിനെ തൊട്ട് കാക്കണേ അല്ലാ. സ്ട്രോക്ക് വന്ന് കിടപ്പിലാകുന്നതിനെ തൊട്ട് കാക്കണേ അല്ലാ. കുഴഞ്ഞു വീണുള്ള മരണത്തെ തൊട്ട് കാക്കണേ റഹ്മാനെ. എന്നാണെങ്കിലും മരിക്കും, എവിടെയാണ് എന്നാണെങ്കിലും മരിക്കും, എവിടെ വെച്ചാണ്, എങ്ങനെയാണ് മരണമെന്നറിയില്ല. ഖൈറായ മരണം, ഖൈറായ സമയത്ത് ഖൈറായത് പറഞ്ഞു മരിക്കാനുള്ള തൗഫീഖ് ഈ പറയുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും, ഇതിൽ പങ്കെടുക്കുന്ന മുഴുവൻ മുഅ്മിനീങ്ങൾക്കും നീ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളിൽ നിന്നും ഒരുപാട് പേര് ഹജ്ജിന് പോവുകയാ, ഉംറക്ക് പോവുകയാ. അല്ലാഹു അവരുടെ ഹജ്ജും ഉംറയെല്ലാം നീ മഖ്ബൂലും മബ്റൂറുമായി സ്വീകരിക്കണേ അല്ലാ. റബ്ബേ, അവരെ നീ കാക്കണേ അല്ലാ. കാലാവസ്ഥ അനുകൂലമാക്കി കൊടുക്കണേ റഹ്മാനെ. അവരവിടെ വെച്ച് ചെയ്യുന്ന ദുആകൾ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾക്കും അല്ലാഹുവേ ഹജ്ജും ഉംറയും സിയാറത്തൊക്കെ ചെയ്യാനുള്ള തൗഫീഖ് തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, നിരവധി പേരാണ് രോഗികളായിട്ടുള്ളത്, വീടില്ലാതെ വിഷമിക്കുന്നത്, ജോലിയില്ലാതെ സങ്കടപ്പെടുന്നത്. എല്ലാവർക്കും എല്ലാ സങ്കടങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് കൊടുക്ക റഹ്മാനെ, ജോലിയില്ലാത്തവർക്ക് നല്ല ജോലി കൊടുക്ക റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, വിവാഹ പ്രായമെത്തിയിട്ട് വിവാഹം ശരിയാ
ശരിയാവാതെ വിഷമിക്കുന്ന ഒരുപാട് ദമ്പതിമാരുണ്ട്. ഖൈറായ ഇണകളെ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, മക്കളുണ്ടായിട്ട് ആ മക്കളൊന്ന് നന്നാവാൻ വേണ്ടി ദ്വാരക്കാൻ പറഞ്ഞ മാതാപിതാക്കളുണ്ട്. ആ മാതാപിതാക്കളുടെ വിഷമം സങ്കടം നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ മക്കളുടെ പരീക്ഷകളുടെ റിസൾട്ടൊക്കെ വന്നിട്ടുണ്ട്, ഇനിയും റിസൾട്ട് വരാനുണ്ട്. ഉന്നതമായ വിജയം ഞങ്ങളുടെ മക്കൾക്ക് എല്ലാവർക്കും കൊടുക്കണയല്ല. അവരുടെ തുടർ പഠനങ്ങളിൽ നീ ഖൈറും സലാമത്തും കൊടുക്കണയല്ല. അവർക്ക് നല്ല ഭാവി കൊടുക്കണയല്ല. അല്ലാഹുവേ വയസ്സാകുന്ന സമയത്ത് ഞങ്ങളെ പൊന്നുപോലെ നോക്കുന്ന നല്ല മക്കളാക്കി ഞങ്ങളുടെ മക്കളെ നീ മാറ്റണേ റഹ്മാനെ. ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും ഉപകരിക്കുന്ന നല്ല മക്കളാക്കി മാറ്റണേ അല്ലാ. വീട് പണി നടക്കുന്നവരുണ്ട്, വീട് പണി നീ എളുപ്പത്തിലാക്കി കൊടുക്കണേ അല്ലാ. കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, കടങ്ങൾ മാറ്റി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ നിരവധി പേരാണ് രോഗങ്ങളായി കഴിയുന്നത്. അവർ നമ്മുടെ കുടുംബാദികളിൽ പല ആളുകളും രോഗികളാണ്. എല്ലാവരുടെയും രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പ്രവാസ ലോകത്ത് കഴിയുന്ന ഒരുപാട് സഹോദരിമാര് സഹോദരങ്ങൾ, റബ്ബേ ഞങ്ങളുടെ പ്രവാസികളെ നീ കാക്കണേ അല്ലാ. അല്ലാഹുവേ അവരുടെ ജോലികളിൽ നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. അവരുടെ എല്ലാ പ്രതിസന്ധികളും നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. അല്ലാഹു ഞങ്ങൾക്ക് കാലാവസ്ഥ നീ അനുകൂലമാക്കി തരണേ അല്ലാ. മഴ കാരണം ഒരുപാട് ബുദ്ധിമുട്ടുന്ന നാടുകളുണ്ട്, അവർക്ക് നീ ഖൈറായ മഴ കൊടുക്കണേ അല്ലാ. മഴയില്ലാതെ വിഷമിക്കുന്ന നാടുകളുണ്ട്, ഖൈറായ മഴ അവർക്ക് നീ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, 100 പ്രശ്നങ്ങളുള്ളവരാണ് ഞങ്ങളെല്ലാവരും. എല്ലാ പ്രയാസ പ്രശ്നങ്ങളും നീ മാറ്റിത്തരണേ റഹ്മാനെ. അല്ലാഹുവേ മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താക്കി തരണേ അല്ലാ. അല്ലാഹുവേ ഈ മജ്ലിസിൽ വെച്ച്, ഇന്നത്തെ മജ്ലിസിൽ വെച്ച് ദുആരക്കണേ ഉസ്താദേ എന്ന് നിരവധി പേര് പറഞ്ഞിട്ടുണ്ട്. അവരുടെ എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും നീ ഏറ്റെടുക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഓരോ വീഡിയോകൾക്ക് താഴെയും നിരവധി ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മുഅ്മിനീങ്ങളാണ് ദുആ വസിയത്ത് പറയാറുള്ളത്. റബ്ബേ ആരെല്ലാം എന്തെല്ലാം ദുആ വസിയത്ത് പറയുന്നുണ്ടോ എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും നീ ഏറ്റെടുത്ത് നടത്തി കൊടുക്കണേ അല്ലാ. ലോക മുസൽമാന് നീ ഇസ്സത്ത് നൽകണേ അല്ലാ. ഞങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധത്തിലുള്ള വിജയങ്ങളും ഇരുലോകത്തും തരണേ അല്ലാ. പ്രയാസ പ്രശ്ന പരിഹാരങ്ങൾ നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള ഖൈറും സലാമത്തും നൽകണേ അല്ലാ. ഞങ്ങളുടെ കച്ചവടത്തിൽ ബറക്കത്ത് തരണേ അല്ലാ. ഞങ്ങളുടെ വീടുകളിൽ ഐശ്വര്യം തരണേ അല്ലാ. ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ സലാമത്ത് തരണേ അല്ലാ. റഹ്മാനെ, ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്. അല്ലാഹു ഞങ്ങൾക്ക് ഖൈറായത് എല്ലാം തരണേ അല്ലാ. ഷർറായ എല്ലാ കാര്യങ്ങളെ തൊട്ടും നീ കാവൽ തരണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ്. അല്ലാഹു നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കട്ടെ, കബൂലാക്കി അനുഗ്രഹിക്കട്ടെ. നാളെയും നമ്മുടെ മജ്ലിസ് ഉണ്ടാകും, കഴിയുന്നവർ പങ്കെടുക്കുക. ഈ മജ്ലിസിൻ്റെയൊക്കെ ലിങ്കുകൾ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുക്കുക. അല്ലാഹു നമ്മുടെ ഈ സ്നേഹബന്ധം നിലനിർത്തട്ടെ, നമ്മുടെ ദുആഇനെ സ്വീകരിക്കട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് നാളെ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.